കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എമർജൻസി മെഡിസിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ അരവിന്ദാണ്. സർ, വെൽക്കം. നമസ്കാരം. ഡോക്ടർ, നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ മുന്നേയൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട എൻട്രൻസിൽ തന്നെ കാണുന്ന ബോർഡുകൾ കാഷ്വാലിറ്റി, ICU ഇതൊക്കെയാണ് കാണുന്നത്. റീസെൻ്റ് ആയിട്ട് മീൻസ് നമ്മൾ അടുത്ത ഈ റീസെൻ്റ് ഇയേഴ്സിലാണ് നമുക്ക് എമർജൻസി മെഡിസിൻ എന്നുള്ളൊരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് രൂപപ്പെട്ട് വരുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് നമുക്ക് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ കാഷ്വാലിറ്റി എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഇഞ്ചുറി ആയ ആള് ആണ് നമ്മൾ കാഷ്വാലിറ്റി, ഈസ് എ കാഷ്വാലിറ്റി എന്ന് പറയുന്ന പോലെ. ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലമാണ് എമർജൻസി മെഡിസിൻ റൂം, അല്ലെങ്കിൽ അത് നമ്മൾ ER എമർജൻസി റൂം എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കും. ICU എന്ന് വെച്ചാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മലയാളത്തിൽ പറഞ്ഞാൽ അടിയന്തര ചികിത്സാ വിഭാഗം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏത് തരത്തിലുള്ള എമർജൻസിയും, അതിപ്പോൾ മെഡിക്കൽ എമർജൻസികളായിക്കോട്ടെ, എന്നുവെച്ചാൽ ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ, അല്ലെങ്കിൽ സർജിക്കൽ എമർജൻസീസ്, ട്രോമ എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന് ബേൺസ്, എക്സസീവ് ബേൺസ് അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് വരുന്ന പേഷ്യന്റ്, അതല്ലെങ്കിൽ അതും ഏജിന് വലിയ വ്യത്യാസമില്ല, കുട്ടികൾ, അഡൽട്ട്സ് എല്ലാവരെയും എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ് ചെയ്യും. അടിയന്തര ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശം. ഡോക്ടർ, ഇപ്പം നമ്മുടെ ICU, അതായത് ഓൾറെഡി നമുക്ക് മുൻകാലങ്ങളിലൊക്കെ ICUയിൽ നമ്മൾ ചില ഈ എമർജൻസി കേസ് വന്ന ചില ഒരു പേഷ്യൻറ്റിന് നമ്മൾ ICUയിലാണ് സാധാരണ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇന്ന് അതിനൊരു രൂപാന്തരം വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്നൊരു നൂതനമായ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ICU എന്ന് പറയുന്നത് അഥവാ തീവ്ര പരിചരണ വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ എമർജൻസിയിൽ നിന്ന് എന്ന് വെച്ചാൽ അതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് ഫർദർ കണ്ടിന്യൂ ചെയ്യുന്ന അവിടെയാണ്. ആദ്യം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ്, ഒരു ഉദാഹരണത്തിന് ഒരു ആക്സിഡന്റ് ആയിട്ട് വരുന്ന പേഷ്യന്റ്, അപ്പം അദ്ദേഹത്തിന്റെ വയറ്റിനകത്ത് ഒരുപാട് രക്തസ്രാവം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ പേഷ്യന്റ് ചിലപ്പോൾ എമർജൻസി ആയിട്ട് ഓപ്പറേഷന് പോകേണ്ടി വരും. ആ ഓപ്പറേഷന് ശേഷം പേഷ്യന്റ് ICUയിലോട്ടായിരിക്കും പോകുന്നത്. ICU ഇന്റൻസീവ് കെയർ എന്നാണ് അർത്ഥം. ഒരുപാട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും. പേഷ്യന്റിന് വേണ്ട മെഡിക്കേഷൻസും കൂടുതൽ കെയർ വേണ്ട പേഷ്യൻസ് ആയിരിക്കും, അവർ ഇന്റൻസീവ് കെയറിൽ നമ്മൾ ഇടും. ദാറ്റ് മീൻസ് ഡോക്ടർ, ഇപ്പം നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് ഒരു പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അല്ല അതാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് പറയാം. അത് മാത്രമല്ല, അതിന് കൂടാണ്ട് വേറെ കാര്യങ്ങളുണ്ട്. അപ്പം അത് മാത്രം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ സെയിം പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ആ പേഷ്യന്റ് വരുന്നതിന് മുമ്പേ, ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്ന സമയത്ത് BP വളരെ കുറവായിരിക്കും, ഒരുപാട് രക്തസ്രാവം ഉണ്ടായിരിക്കും. അപ്പം ആ പേഷ്യന്റ് വേണ്ട ഇനീഷ്യൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ആ പേഷ്യന്റ് വെന്റിലേറ്ററിലേക്ക് ആക്കുക, പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക, പാരാമീറ്റേഴ്സ് ഓരോ ക്രൈറ്റീരിയ വെച്ച് സ്റ്റെബിലൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ആ പേഷ്യന്റെ ടൈം അവിടെ എക്സ്പെഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ വേണ്ട ഡെഫിനറ്റീവ് കെയറിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മൾ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഡോക്ടർ, ഏതൊക്കെ തരം രോഗികളായിരിക്കും നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സാധാരണ ഡോക്ടർ എക്സ്പെക്ട് ചെയ്യണം? നമുക്കൊരു ഏതൊക്കെ തരം രോഗികളായിരിക്കും എമർജൻസി ആയിട്ട് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്? അത് എല്ലാ കാറ്റഗറിയിലുള്ള രോഗികളും എമർജൻസിയിലോട്ട് വരുമല്ലോ, കാരണം എമർജൻസിക്ക് അങ്ങനെ ഏജ് ഡിഫറൻസ് ഇല്ലല്ലോ. അപ്പം പീഡിയാട്രിക് തൊട്ട് എന്ന് വെച്ചാൽ നവജാത ശിശു തൊട്ട് ഏറ്റവും പ്രായം കൂടിയ ആൾക്കാർ വരെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള എമർജൻസീസും, അതിപ്പം മെഡിക്കൽ എമർജൻസീസ് ആകാം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയാഘാതം, അല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, അത് തൊട്ട് സർജിക്കൽ എമർജൻസീസ് പറഞ്ഞ പോലെ ആക്സിഡന്റ്, അങ്ങനത്തെ എന്ത് തരത്തിലുള്ള എമർജൻസീസും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ സജ്ജരാണ്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡയഗ്നോസിസ് വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രോക്ക് വന്നൊരു പേഷ്യന്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ്, ബ്രെയിൻ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ഫസ്റ്റ് ഡയഗ്നോസിസ് എന്നത് വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി ഡോക്ടർ റെഫർ ചെയ്ത ശേഷമായിരിക്കില്ല വരുന്നത്. എമർജൻസി മെഡിസിനിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പം ഇപ്പം എമർജൻസിക്ക് അങ്ങനെ പ്രായ വ്യത്യാസമില്ലല്ലോ. അപ്പം ചിലപ്പോൾ നവജാത ശിശുക്കൾ തൊട്ടിട്ട് ഏറ്റവും പ്രായം കൂടിയ ആൾക്കാർ വരെ അവരിലുണ്ടാകാവുന്ന എമർജൻസീസ് എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യും എമർജൻസിയിൽ. അപ്പം അതിപ്പം എല്ലാ തരത്തിലുള്ള എമർജൻസീസും ആവാം, മെഡിക്കൽ എമർജൻസീസ് ആവാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയാഘാതം, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക്, അതല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം, അല്ലെങ്കിൽ സർജിക്കൽ എമർജൻസീസ്, ആക്സിഡന്റ് ആണെങ്കിൽ സാർ ഇപ്പം അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എമർജൻസി മെഡിസിൻ ഡോക്ടർ ആയിരിക്കില്ല ആദ്യത്തെ ഡയഗ്നോസിസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു എമർജൻസി കേസിൽ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ അതിൻ്റെ ഡയഗ്നോസിസ് എന്നുള്ള ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരിക്കില്ലേ?
ആയിരിക്കും. മോസ്റ്റ് ഓഫൺ പലപ്പോഴും നമ്മൾ ഇനീഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെ നടക്കും. അതിനുശേഷം ചിലപ്പം ഫർദർ ഒരു ഉദാഹരണത്തിന് ഒരു പേഷ്യന്റിന് സോഡിയം കുറഞ്ഞു. അപ്പോൾ സോഡിയം കുറഞ്ഞതിനുള്ള ഇനീഷ്യൽ ആദ്യത്തെ ട്രീറ്റ്മെന്റും ചിലപ്പോൾ അതിനുള്ള കാരണവും വളരെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ചിലപ്പം സംഭവിക്കും. പലപ്പോഴും ചിലപ്പോൾ അതിന് വ്യക്തമായ കാരണങ്ങളില്ലെങ്കിൽ അഡ്മിഷന് ശേഷം ആദ്യത്തെ ഇനീഷ്യൽ കറക്ഷന് ശേഷം അഡ്മിഷന് ശേഷം ആയിരിക്കും അത് സംഭവിക്കുക. അപ്പം ഒരു ഇനീഷ്യൽ ഡയഗ്നോസിസ് പലപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നടക്കാറുണ്ട്. ഓക്കെ. സി ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു സ്ട്രോക്ക്, വെതർ ഇപ്പം സ്ട്രോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞ കേസ്, പല കേസും ഉണ്ടാവുമല്ലോ ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റെസ്പോണ്ട് ഇല്ലാതെ ചിലപ്പം പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത്രയും നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ അനലൈസ് ചെയ്യാൻ ഏതൊരു തരത്തിലായിരിക്കും അത്? ഫോർ എക്സാമ്പിൾ ഇപ്പം എമർജൻസി കേസിൽ പല കേസുകളും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില സിറ്റുവേഷൻ വരുമല്ലോ. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എമർജൻസി വരുമ്പം അതിലേക്ക് ഞാൻ പിന്നീട് വരാം, എങ്ങനെയാണ് നമ്മൾ പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു എമർജൻസി പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ പേഷ്യൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സും നമ്മൾ ചെയ്യും. എന്നുവെച്ചാൽ അത് നമ്മൾ ക്ലിനിക്കലായിട്ട് പേഷ്യൻറ്റിനെ കാണുമ്പോഴുള്ള സയൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസോ അല്ലെങ്കിൽ സ്കാനിങ്ങോ വെച്ചിട്ടും കൂടി അതും സൈമിൾട്ടേനിയസ് തന്നെ നടക്കും. ഓക്കെ. ചിലപ്പോൾ മാസീവായിട്ട് പേഷ്യൻ്റ് വരുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം ആക്സിഡൻറ്റ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ല, ചിലപ്പം വളരെ കൂടുതൽ പേഷ്യൻ്റ് വളരെ എമർജൻസി ആയ സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്? അതിന് നമ്മൾ വ്യക്തമായി നമുക്ക് ട്രയാജിങ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് പേഷ്യൻസ് വരികയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള സിസ്റ്റംസിന് മാക്സിമം പേഷ്യൻസ് ലൈക്ക് യൂട്ടിലൈസേഷൻ ചെയ്യേണ്ട അവസ്ഥകളിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ട്രയാജിങ് ചെയ്യും. ട്രയാജിങ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ട പേഷ്യൻസിനെ അത് കളർ കോഡിങ്, പല രീതിയിലുള്ള ട്രയാജിങ് സിസ്റ്റം ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കളർ കോഡിങ് ആണ്. അപ്പം റെഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ഇപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാവുന്ന പേഷ്യൻസ് ആണ് അതിൽ വരിക. അപ്പോൾ അവർക്ക് ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. പിന്നെ യെല്ലോ എന്ന് വെച്ചാൽ കുറച്ച് നേരം പ്രശ്നങ്ങളുണ്ട്, പക്ഷെ കുറച്ച് നേരത്തേക്കും കൂടെ അവർക്ക് പ്രശ്നങ്ങൾ സംഭവിക്കില്ല. ഇത് നമ്മുടെ സിസ്റ്റം മാക്സിമം യൂട്ടിലിറ്റിയിൽ പോകുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഗ്രീൻ, പിന്നെ ഇപ്പം ഓൾറെഡി ജീവൻ ഇല്ലാതെ വരുന്ന പേഷ്യൻസ് ആണ് നമ്മൾ ബ്ലാക്ക് എന്ന രീതിയിൽ കളർ കോഡ് ചെയ്യും. അപ്പോൾ അത് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പം ഭയങ്കരമായ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായ പേഷ്യൻ്റ് ലോഡ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ഒരു മാസ് ആയിട്ട് ആക്സിഡൻറ്റോ അങ്ങനത്തെ ഒരു ഡിസാസ്റ്ററോ സംഭവിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കളർ കോഡിങ് അല്ലെങ്കിൽ ട്രയാജിങ് ചെയ്യേണ്ടി വരും. ഓക്കെ. സി ഡോക്ടർ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഒന്നാം ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യൻറ്റിനെ നമ്മൾ എവിടത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് ശരിക്കും കറക്റ്റായ ഡിസ്പോസിഷൻ എന്ന് പറയും. അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൈമറി ഗോളും കൂടെയാണ് ഡിപ്പാർട്ട്മെന്റ്. എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഏത് തരത്തിലുള്ള ഇപ്പോൾ ഒരു മെഡിക്കൽ അസുഖമാണെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഇനിഷ്യലി ഡയഗ്നോസിസ് ശേഷം ആ പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെൻഡിങ് വേണമെങ്കിൽ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ ഭാഗം ഡയഗ്നോസിസ് ആൻഡ് ഡിസ്പോസിഷൻ കൂടെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കറക്റ്റായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് റെഫർ ചെയ്യുന്നത് അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഡോക്ടർ, അത് കൂടാണ്ട് ഇപ്പം അൺഡയഗ്നോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിലും എമർജൻസി ICU എന്നൊരു ലൈക്ക് ഒരു വിഭാഗം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എമർജൻസി മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ എന്നാണ് പറയുക. അപ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ കെയർ ആസ്പെക്ട്സ് കൂടി നമ്മൾ പൊതുവെ ചെയ്യും. അപ്പം നമ്മൾ ഇപ്പം ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ICU കേസസ് ഇനീഷ്യലി നമ്മൾ ICUവിലാക്കിയിട്ട് അവരെ ഡയഗ്നോസ് ചെയ്ത് ഏതാണോ റെസ്പെക്റ്റീവായി സ്പെസിഫിക് ആയ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഫർദർ കെയറിന് അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്ന സംവിധാനമുണ്ട്. ഓക്കെ. ഇതൊക്കെ വളരെ ക്വിക്കായിട്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിംറ്റംസ് വരുന്നത്, അല്ലെങ്കിൽ സ്ട്രോക്ക്, ബേൺസ്, പിന്നെ അതേപോലെ ആക്സിഡൻറ്റ് കേസ്, ഇങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻറ്റിന് ഓൾറെഡി അതൊരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു പേഷ്യൻ്റ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വളരെ ക്വിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യും, വളരെ ക്വിക്കായിട്ടുള്ള നമ്മളത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാൽ മാത്രമേ അല്ലേ നമുക്ക് ആ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും, പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ
അത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ സേവനങ്ങൾ, ഫോർ എക്സാമ്പിൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സേവനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനപ്പെട്ട സേവനങ്ങൾ ഏതൊക്കെയായിരിക്കും? പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഏത് എമർജൻസീസിൽ പേഷ്യൻസ് വരുമ്പോഴും അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുകയും അവർ സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്ത് ആ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളത്. ഇപ്പം അങ്ങനത്തെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ പേഷ്യൻറ്റ് ചിലപ്പോൾ ഡയഗ്നോസിസിന് ഒരുപാട് സമയമെടുക്കും. അല്ലെങ്കിൽ പേഷ്യൻസിന് വേണ്ട കെയർ കറക്റ്റായിട്ട് ഇനീഷ്യൽ ടൈമിൽ, കാരണം ഒരു പേഷ്യൻറ്റ് അസുഖമായ ഒരു ക്രിട്ടിക്കലായൊരു പേഷ്യൻറ്റ് ചെറിയ ചെറിയ അസുഖങ്ങളോ അല്ലെങ്കിൽ അധികം ഇൻറ്റൻസീവായിട്ട് ട്രീറ്റ്മെൻറ്റ് വരാത്ത പേഷ്യൻസിന് വലിയ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഭയങ്കര ക്രിട്ടിക്കലായ ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വന്ന ആ ഇനീഷ്യൽ ഉള്ള മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നൊരു പേഷ്യൻറ്റ്, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യൻ്റാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ആ കാരണം എന്തോ ആവാം. അപ്പോൾ BP കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് വരികയാണ്, ബ്ലഡിൽ ഇൻഫെക്ഷനായി BP കുറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യൻറ്റ് ഇനി ചിലപ്പം കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും അതിനുശേഷം കിഡ്നി ഡാമേജ് ആവുകയും ചെയ്യും. അപ്പം ഇതൊരു പ്രക്രിയക്ക് മുമ്പേ തന്നെ അത് ഇൻ്റർവീൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓർഗൻ ഡാമേജിലോട്ട് പോകും. അപ്പം അതിന് മുമ്പ് തന്നെ ഇൻ്റർവീൻ ചെയ്ത് പേഷ്യൻറ്റിന് ഫർദർ ഡിറ്റോറിയേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ എമർജൻസി മെഡിസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗോളാണത്. അപ്പോൾ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വന്ന് ഇനീഷ്യൽ കുറച്ച് മണിക്കൂറുകൾ പേഷ്യൻ്റെ ഫർദർ സർവൈവലിനും പേഷ്യൻറ്റിന് പിന്നീട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടൈം ഗ്യാപ്പിൽ തന്നെ നമ്മൾ മാക്സിമം അഗ്രസീവായിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും. ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത് ആണ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന സർവീസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസ് എന്നാണ് അതാണ്. സി ഡോക്ടർ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് കാരണം എമർജൻസി മെഡിസിൻ വരുന്ന വളരെ അത്യാഹിതങ്ങൾ നിറയെ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ബൈസ്റ്റാൻഡേഴ്സിൽ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. മറ്റ് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സർജറി പോലെയല്ല, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള പേഷ്യൻറ്റിന് അവർക്ക് അതിൻ്റെ ഒരു വ്യഗ്രത ഉണ്ടാവും, ആ ഒരു ടെൻഷൻ ഉണ്ടാവും. ഈ ടെൻഷൻ എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഏതൊക്കെ തരം? ഞാൻ ആ ചോദ്യം ആ രീതിയിൽ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഏതൊക്കെയായിരിക്കും? ഇത് വളരെ റിലവൻ്റ് ആയൊരു ചോദ്യമാണ്. കാരണം 2-3 ഇപ്പം അത് ഞാൻ പേഷ്യൻ്റ് അല്ലെങ്കിൽ പേഷ്യൻ്റ് റിലേറ്റീവ്സ് സഫർ ചെയ്യുന്ന ചലഞ്ചസിലോട്ട് വരാം. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് നമ്മൾ സർജറി ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു ഡയഗ്നോസിസ് കിട്ടി, ഇങ്ങനെ സംഭവം ഉണ്ട്, ഇതിന് സർജറി ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് മനസ്സിലാവുകയും ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയും പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയം കിട്ടുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ സർജറി ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഒരിക്കലും മെൻ്റലി പ്രിപ്പയർഡ് ആവാത്തൊരു സ്റ്റേജിലാണ് പേഷ്യൻ്റ് അറ്റൻഡേഴ്സും. പേഷ്യൻ്റ് ചിലപ്പം സീരിയസ് ആയിട്ട് വരുന്ന പേഷ്യൻ്റ് ആയിരിക്കാം, പേഷ്യൻ്റ് ഇത് അറിയണമെന്നില്ല. പക്ഷെ പേഷ്യൻ്റ് റിലേറ്റീവ്സ് പലപ്പോഴും ഒരിക്കലും പ്രിപ്പയർഡ് ആവാത്ത രീതിയിലാണ് അവർ വരിക. അപ്പോൾ അവരെ ആ മെൻ്റലി സജ്ജമാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടി നമുക്ക് എമർജൻസി ഫിസിഷ്യൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവരെ കറക്റ്റായ രീതിയിൽ ഗൈഡ് ചെയ്യുക. ഇവിടുന്ന് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പേഷ്യൻറ്റിന് ഫർദർ ആയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട്. അപ്പം അത് അവരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും. അപ്പം അത് വ്യക്തമായി അവരെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം. ഡോക്ടർ, നമ്മൾ ഇപ്പോൾ പേഷ്യൻ്റ്, അതായത് ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ് ഓർ നോട്ട്, അവരെപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കില്ലേ ഡോക്ടർ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ചലഞ്ചസ് ഈ പറയുന്ന പോലെ അവരെ കൺവിൻസ് ചെയ്യുക എന്നതെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് വരാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ഇതെന്താണ് അസുഖമെന്നും ഇതിൻ്റെ ഫർദർ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഒരു സർജറി, എമർജൻസി ആയ സർജറി വേണ്ടി വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റെൻഡിങ് വേണ്ടി വരാം, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ആണെങ്കിൽ ത്രോംബോലൈസിസ് എന്ന് നമ്മൾ പറയും, അത് വേണ്ടി വരാം. അപ്പം ഇത് ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങളും അത് ചെയ്യുമ്പോൾ ഉണ്ടാവാവുന്ന കോംപ്ലിക്കേഷൻസും, അതുകൊണ്ട് അവർക്കൊരു ഇൻഫോംഡ് ആയ ഒരു ഡിസിഷൻ അവരെ എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു ജോലി. ഡോക്ടർ, നമ്മളിപ്പം ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. പല പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ സർവീസസും വളരെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിദേശ രാജ്യങ്ങളും ഇന്ത്യയിലൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഏത് തരത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും? 2 രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ക്വസ്റ്റ്യന് ഉത്തരം പറയേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത്, ഇപ്പം നല്ല ഒരു സജ്ജമായ ഒരു ഹോസ്പിറ്റൽ, എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റികളും ഉള്ള ഹോസ്പിറ്റലിൽ നിന്ന്, അത്തരം ഹോസ്പിറ്റലിന് വളരെ നല്ല ആക്റ്റീവായ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്തായാലും അത്യാവശ്യമാണ്.
കാരണം എന്നാൽ ആ പേഷ്യൻ്റെ കെയർ അത്രയും നല്ല ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. അതൊരു കാര്യം. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലത്തൊന്നും എമർജൻസി മെഡിസിൻ ഇല്ല. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നല്ല എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. എന്നാലും ഇനിയും നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എമർജൻസി കെയർ വളരെ ലൈക്ക് റുഡിമെൻ്ററി ആയ പഴയ രീതിയിൽ പോകുന്ന രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അതൊക്കെ ഓവർ ടൈം മാറിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിന് ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഭയങ്കരമായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലുണ്ടായി. ഇനിയും അത് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മെഡിക്കൽ ടെക്നോളജി തന്നെ അപ്ഡേഷൻ വന്നുകൊണ്ട് ഇപ്പം സാധാരണ ഓപ്പൺ സർജറി പോയി അത് കീ ഹോളിലെത്തി ഇപ്പോൾ റോബോട്ടിക് സർജറിയിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ രീതിയിൽ തന്നെ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അപ്ഡേറ്റ് വരുന്നത് പോലെ നമുക്ക് കമ്പാരറ്റീവ്ലി കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി കൂടുതൽ അപ്ഡേഷൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ വരും. എമർജൻസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇനിയും ഇപ്പോഴും നമ്മൾ ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്തൊരു കാര്യം ഇന്ത്യയിൽ എന്ന് പറയുന്നത് പ്രീ ഹോസ്പിറ്റൽ കെയർ ആണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പുറത്തെ രാജ്യങ്ങളിൽ പോയാൽ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പാരാമെഡിക്കൽ വർക്ക് ഫോഴ്സ് വളരെ കുറവാണ് ഇന്ത്യയിൽ. ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നാൽ പെട്ടെന്ന് ഒരു ആംബുലൻസ് പോവുകയും ആംബുലൻസിൽ ആ വ്യക്തിനെ പേഷ്യന്റിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സ്ഥലത്ത് വെച്ചും ആ ആംബുലൻസിനും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പേഷ്യന്റ് സർവൈവലിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പേഷ്യന്റ് ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് സർവൈക്കൽ സ്പൈൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി എല്ലാവരും പേഷ്യന്റ് പെട്ടെന്ന് ഒരു ആംബുലൻസിലാക്കിയിട്ട് കൊണ്ടുവരിക ചെയ്യുക. അപ്പം പലപ്പോഴും ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ചിലപ്പം അവര് കറക്റ്റായിട്ട് കെയർ എടുക്കാത്തതുകൊണ്ട് പേഷ്യന്റ് ചിലപ്പം ജീവിത അവസാനം വരെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം അതിന് നല്ലൊരു എമർജൻസി വർക്ക് ഫോഴ്സ് വേണം, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫോഴ്സ് വേണം. അപ്പോൾ പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറയും, ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പേ ഉള്ള കെയർ. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ആക്സിഡന്റ് കേസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും റോഡിലൊക്കെ വീണിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ പോലും പാനിക്കാവും. അവർ കിട്ടിയ വാഹനത്തിലാണ് രോഗിയെ കൊണ്ടുവരല്. ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞില്ല, സേഫായിട്ട് വളരെ സ്പൈൻ സെക്യൂർ ആയിട്ട് കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രേക്ഷകരുടെ അറിവിലേക്ക് നമ്മൾ ഇല്ല സൗകര്യം വെച്ചിട്ട് ഇപ്പം നമുക്ക് ചിലപ്പോൾ ആംബുലൻസ് കിട്ടണമെന്നില്ല, അത് കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഹോസ്പിറ്റലിലേക്ക്? ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്നത്തെ സിറ്റുവേഷനിൽ പലപ്പോഴും ആംബുലൻസ് ചിലപ്പോൾ വരാൻ വൈകാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അത്ര എഫക്റ്റീവായ പ്രീ ഹോസ്പിറ്റൽ കെയർ ഇല്ല. അതുകൊണ്ട് ഇപ്പം സഹായിക്കാനെന്ന രീതിയിൽ ആൾക്കാരെല്ലാവരും ആദ്യം കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുക ആൾക്കാർ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കഴിവതും പേഷ്യന്റിനെ ഒരുപാട് അനക്കാതിരിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പം എസ്പെഷ്യലി കഴുത്ത്, സെർവൈക്കൽ സ്പൈൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം എയർവേ നമ്മൾ ശ്വസിക്കുന്നതൊക്കെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും പേഷ്യന്റ്. അതൊക്കെ നമുക്ക് ഫീൽഡിൽ ഇപ്പം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കഴിവതും അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്തും അവൈലബിൾ ആണെങ്കിൽ ലൈക്ക് ഒരു ആംബുലൻസിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് കഴിവതും പേഷ്യന്റിനെ അധികം മൂവ് ചെയ്യാതെ, അധികം അനക്കാതെ സ്ട്രെയിറ്റ് ആയി ഫ്ലാറ്റ് ആയിട്ട് കിടത്തിക്കൊണ്ടെന്ന് പറ്റുമെങ്കിൽ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയും. സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം, അധികം മൂവ് ചെയ്യരുത്. ഏറ്റവും നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യേണ്ടതാണ് മൂവ് ചെയ്യാതെ റഫ് അല്ലെങ്കിൽ സ്റ്റിഫായ പ്ലേസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയ ഒരു പൊസിഷനിൽ ഇരുത്തിയിട്ട്. അല്ല, അത് ആംബുലൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നൊരു പിന്നീട് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ കാറാണെങ്കിലോ മറ്റു വാഹനമാണെങ്കിലോ നമുക്ക് ഈ പറയുന്ന ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടില്ല. സാർ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ പരമാവധി അനക്കാതെ ഹോസ്പിറ്റലിലേക്ക്, നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, അത് പിന്നെ ഫ്രാക്ചറുകൾ ഉണ്ടെങ്കിലും അതും അധികം മൂവ് ചെയ്യരുത്. അങ്ങനെ മാക്സിമം പറ്റുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഐഡിയലി അങ്ങനത്തെ ഒരു പേഷ്യന്റ് ഒരു ആംബുലൻസിലാണ് ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. പക്ഷേ ഇവൻച്വലി വരും. നമ്മുടെ രാജ്യത്തും ഇപ്പം ഒരുപാട് പ്രീ ഹോസ്പിറ്റൽ അഡ്വാൻസസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ കണ്ടു, ഡൽഹിയിൽ ബ്ലിങ്കിറ്റ്, ഈ നമ്മുടെ ആപ്പ് ഇല്ലേ ബ്ലിങ്കിറ്റ്, ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന അല്ലെ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ബ്ലിങ്കിറ്റ് ആപ്പ്, അവർ ആംബുലൻസ് സർവീസ് തുടങ്ങി. വളരെ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ രീതിയിൽ ഉള്ളൊരു, എല്ലാ ട്രീറ്റ്മെന്റും എന്നല്ല, ഇനീഷ്യൽ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്ന, ഇൻക്ലൂഡിങ് ഇൻറ്റുബേഷൻ വരെ ചെയ്തിട്ടാണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രീ ഹോസ്പിറ്റൽ കെയർ നമ്മുടെ നാട്ടിലും ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ നമ്മുടെ രാജ്യത്ത് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം, എമർജൻസി ആയിട്ട് ആവശ്യമുള്ളത് ഇതാണല്ലോ സാർ. നമുക്കിപ്പോൾ നമ്മുടെ എമർജൻസികളിൽ ആവശ്യമാണ് നല്ല പ്രീ ഹോസ്പിറ്റൽ വർക്ക് ഫോഴ്സ് വരും. എസ്പെഷ്യലി നല്ല എമർജൻസി കെയർ ഇംപ്രൂവ് ആവുന്ന സമയത്ത് പാരലായിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് വരുന്നത്. ഓക്കെ, എമർജൻസി മെഡിസിനെ കുറിച്ച് ഏറെക്കുറെ എല്ലാ ടോപ്പിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി.
മിഡി ട്രാക്കിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എമർജൻസി മെഡിസിനെ കുറിച്ച് നമുക്ക് അത്യാഹിതമായി സംഭവിക്കുന്ന ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റ് രോഗാവസ്ഥയൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അവിടെ കിട്ടുന്ന സേവനങ്ങൾ, അതിനുശേഷം പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് ആ പേഷ്യൻറ്റിനെ എങ്ങനെയാണ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അവരുടെ ICU പ്രവേശനം, ഇതൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് ഈ വിഷയങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ അരവിന്ദ് സാറാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു.